IKEA പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പണ്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ IKEA സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും IKEAയുടെ സ്റ്റോഴ്സ് ഉണ്ട്. അതും മുംബൈ, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ സ്റ്റോഴ്സ് ഉള്ളത്. ഉടനെ തന്നെ ബാംഗ്ലൂരും ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ പ്രൊഡക്ട്സ് വാങ്ങിയിരിക്കുന്നത് മുംബൈ IKEAയിൽ നിന്നാണ്. മുംബൈ IKEAയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്തതെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പർച്ചേസ് ചെയ്ത രീതി എല്ലാവർക്കും പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടി വരും. ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ IKEA സ്റ്റോറുള്ള സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ, അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് നമുക്ക് പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ കയറി IKEA ഇന്ത്യ ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്തു. അങ്ങനെ IKEAയുടെ ഒരു സൈറ്റ് ഓപ്പണായി. IKEAയുടെ സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം അതിൽ ഒരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഓൾറെഡി നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ലോഗിൻ ചെയ്ത് കയറി ഇത് നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അതിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺലൈൻ വഴി തന്നെ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഡെലിവറി നമുക്ക് കേരളത്തിലോട്ടില്ല. അങ്ങനെ ഞാൻ മുംബൈ സ്റ്റോർ ചൂസ് ചെയ്ത് എൻ്റെ കസിൻ്റെ അഡ്രസ്സിലോട്ട്, ഫ്ലാറ്റിൻ്റെ അഡ്രസ്സിലോട്ട് ഇത് ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചു. ഹോം ഡെലിവറി ചെയ്യാനായിട്ട് 5 ദിവസത്തോളം ടൈം എടുത്തു. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം ആ ഫ്ലാറ്റിൽ എത്തിച്ചത്. അതുമാത്രമല്ല, എൻ്റെ കസിൻ്റെ ഫ്ലാറ്റും ഈ IKEAയും തമ്മിൽ 20 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളുവെങ്കിൽ പോലും 5 ദിവസം എടുത്തു ഇത് ഹോം ഡെലിവറി ചെയ്യാനായിട്ട്. അങ്ങനെ സേഫായിട്ട് കസിൻ്റെ ഫ്ലാറ്റിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം എത്തി. ഇനി നമുക്ക് പ്രൊഡക്ട്സ് കണ്ടതിന് ശേഷം പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഞാൻ കേരളത്തിൽ എത്തിച്ചതെന്നുള്ളത്. ഇത് 2 ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ ഒരു സോസ് പാനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ്. ഇതൊന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ലിഡ് ഉണ്ട്, ഇങ്ങനെ ഈ പാനും ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. എൻ്റെ മദറിൻ്റെ കയ്യിൽ ഓൾറെഡി ഈ പാൻ ഉണ്ട്. അങ്ങനെ ഉപയോഗിച്ചും എനിക്ക് നല്ലപോലെ അറിയാം. നല്ലൊരു പാനാണ്. ഇതിലൊരു വാഷിംഗ് ആൻഡ് കെയറിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം മനസ്സിലാക്കുക. അടുത്ത പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് കൊളാൻഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു അരി വേവിച്ചൂറ്റാനോ അല്ലെങ്കിൽ നൂഡിൽസ്, പാസ്ത പോലത്തെയൊക്കെ വേവിച്ചൂറ്റാനോ അല്ലെങ്കിൽ പച്ചക്കറി കഴുകാനോ ഒക്കെ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സിങ്കിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ നെറ്റ് നമ്മുടെ ചായ അരിപ്പയുടെയൊക്കെ പോലത്തെ നെറ്റാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എൻ്റെ കയ്യിൽ മറ്റൊരു കൊളാൻഡറുണ്ട്, വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിയ കൊളാൻഡറാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന നെറ്റാണ്, പരന്ന ഹോളുകളുള്ള ഒരു ഇതാണ്. അതിനേക്കാളും കൂടുതൽ വെള്ളം പോകും ഇപ്പോൾ ഈ IKEAയിൽ നിന്ന് വാങ്ങിയ ഈ കൊളാൻഡറിന്. അപ്പോൾ ഈ കൊളാൻഡർ വാങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള അരിപ്പ, അതായത് ഈ ചായ അരിപ്പ പോലത്തെ അരിപ്പയുള്ളത് വാങ്ങുക. ഇതിൻ്റെ പ്രൈസും 899 ആണ്. അടുത്ത പ്രൊഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റീമർ ഇൻസേർട്ടാണ്. അതായത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമാണ്. ഒരു പൂ പോലെ വിടർന്നു വരും. ഇതേ കണ്ടോ. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മുട്ട പുഴുങ്ങണമെങ്കിൽ ഇതിനകത്തോട്ട് മുട്ട നിരത്തി വെച്ചിട്ട് നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് മുട്ട നല്ലപോലെ ബോയിലായതിനു ശേഷം നമുക്കിത് തുറന്നിട്ട് വെള്ളത്തിൽ നിന്ന് മുട്ട കോരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഒരു ഹുക്കുണ്ട്. അതുവഴി ഇതിങ്ങനെ തൂക്കിയെടുത്ത് നമുക്ക് പുറത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാനായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഏത് പാത്രത്തിൻ്റെ ഉള്ളിലോട്ടും ഇത് ഇറങ്ങിക്കോളും. നല്ല പോലെ ഒതുങ്ങി വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് 299 ആണ്. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്യാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഇനി അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. അടുത്ത പ്രൊഡക്റ്റ് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റൂളാണ്. 279 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തത് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളുടെ 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. 99 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്നതല്ല. നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. 250 ml ഒരു മെഷർമെൻറ്റ് ഈ ഗ്ലാസ്സിലാണ് അളന്നിട്ട് ഞാൻ പറയുന്നത്. ഒരു കപ്പിൻ്റെ അളവാണിത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ബോക്സുകളില്ലേ, അതിലൊക്കെ ഒരു ഗ്ലാസിൻ്റെ അളവായിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി ഇത് ഓരോ ഗ്ലാസ് ഓരോ ബോക്സുകളിൽ ഇട്ട് വെച്ചിരിക്കുക. അതെനിക്ക് നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. ഇത് മറ്റൊരു ടൈപ്പ് സ്റ്റൂളാണ്. കുറച്ചും കൂടെ വീതിയും നീളമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആളുകൾക്കും ഇരിക്കാൻ പറ്റും. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് 399 ആണ്. അടുത്തതായിട്ടൊരു കൂളിംഗ് റാക്കാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്തതിന് ശേഷം കൂൾ ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു റാക്കാണ്. ഇതിനൊരു ചെറിയ ലെഗ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല യൂസ്ഫുള്ളാണ്. ബേക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് ട്രിവറ്റ്. ഇതിൻ്റെ കൂടെ ചെറിയ 4 ബുഷ് ഉണ്ട്. അത് കൗണ്ടറിൽ വെച്ച് കഴിയുമ്പോൾ തെന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൗണ്ടർ ടോപ്പ് മെറ്റീരിയലായ കോട്ട്സ്, നാനോവൈറ്റ് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ ഡയറക്റ്റ് അതിലോട്ട് എടുത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ചൂടുള്ള പാത്രങ്ങൾ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഈ ട്രിവറ്റിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് മെറ്റീരിയലിലോട്ട് ചൂട് ഡയറക്റ്റ് തട്ടില്ല. ഇതിൻ്റെ പ്രൈസ് 399 ആണ്. ഇത് മറ്റൊരു ടൈപ്പ് കൊളാൻഡറാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന കൊളാൻഡറിൻ്റെ നടുവശം സിലിക്കൺ മെറ്റീരിയലാണ്. ഇത് കുറച്ച് കൂടുതൽ ചോറൊക്കെ നമുക്ക് തിളപ്പിച്ച് ഊറ്റി വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റമാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് 599 റുപ്പീസാണ്. അടുത്ത ഐറ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണി ബേക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റിംഗ് ടിന്നാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്രിൽ റാക്കും കൂടി വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം ഇവർ പറഞ്ഞിരിക്കുന്നത് ചിക്കൻ റോസ്റ്റ് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ മുകളിൽ ചിക്കനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് OTGയിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഈ ട്രേയിലോട്ട് വന്ന് വീണോളും. അപ്പോൾ നമുക്ക് OTGയിലൊക്കെ പ്രത്യേകം ക്ലീൻ ചെയ്യാനായിട്ടൊന്നും നടക്കണ്ട. ഈ ഒരു ട്രേ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അത് മാത്രമൊന്നുമല്ല, ഇതിന് വേറെ ഒരു ഉപയോഗം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ഈ റൈസ് ഈ ട്രേയിലോട്ട് നിരത്തി വെച്ചിട്ട് ഈ ഗ്രില്ല് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ആ ചിക്കൻ മുകളിലോട്ട് നിരത്തി വെച്ച് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് OTGയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടും വരും. വെള്ളമയമൊക്കെ നല്ലപോലെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഉപയോഗം കൂടി ഞാൻ ഇതിന് കണ്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 999 റുപ്പീസാണ്. ഇതൊരു ഹുക്കാണ്. നമുക്ക് ടൈലിലൊക്കെ വോൾ ടൈലിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ഹുക്കാണ്. ഇതിൻ്റെ പേരാണ് ഡബിൾ ബോയിൽ ഇൻസേർട്ട്. അതായത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് ചോക്ലേറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുള്ള പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 329 റുപ്പീസാണ്. ഇതിനൊരു 17 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് ഉള്ളത്. അപ്പം ഒരുപാട് വലുതൊന്നുമല്ല, കുറച്ച് ചോക്ലേറ്റ് മാത്രമേ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ പാത്രങ്ങളും അങ്ങനത്തെ ചെറുവക ഐറ്റംസ് ഒക്കെ വാങ്ങിയത്. ഇനി ഒരു വലിയൊരു ഐറ്റം കൂടി വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെയാണ് ഐറ്റംസ്. ഇത് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്ലേറ്റ് സ്റ്റാൻഡാണ്. പ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ വെക്കാനുള്ള ഉപയോഗം മാത്രമല്ല, സ്പൂണുകളും അല്ലെങ്കിൽ കുറച്ച് ബൗളുകളും എല്ലാം വെക്കാൻ പറ്റിയ ഒരു വലിയ സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ. അത് മാത്രമല്ല, ഇതൊരു വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് സ്റ്റാൻഡും കൂടിയാണ്. ഇത് പ്ലേറ്റ് വെക്കാൻ മാത്രമല്ല, ഇതിൽ സ്പൂണുകളൊക്കെ ഹാങ് ചെയ്തിടാം. അത് മാത്രമല്ല, നമുക്ക് ബൗളുകളൊക്കെ നിരത്തി വെക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളുള്ള ഒരു സ്റ്റാൻഡാണ്. അതിലുള്ള ഒരു പാർട്ടാണ് ഈ കാണുന്നത്. അതായത് ഇതൊരു വോൾ ഗ്രിഡ് എന്ന് പറയും. ഇതിൻ്റെ കൂടെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂസ് എല്ലാം ഈ ബോക്സിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബുക്കും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ വോൾ ഗ്രിഡിൽ നമുക്ക് ഹുക്കുകൾ നമുക്ക് തൂക്കിയിട്ടിട്ട് നമുക്ക് സ്പൂണുകൾ, തവികളെല്ലാം അതിൽ തൂക്കിയിടാം. അതുമാത്രമല്ല, ഈ വോൾ ഗ്രിഡിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു സ്പൂൺ ഹോൾഡറാണ് ഈ കാണുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. ഈ സ്പൂൺ ഹോൾഡറിൻ്റെ പ്രൈസ് 699 ആണ്.
അതുപോലെ തന്നെ സ്പൂൺ ഹോൾഡർ മാത്രമല്ല, ഇതിൽ ഓയിലൊക്കെ വെക്കുന്ന ഓയിൽ ടിന്നുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹാങ് ചെയ്തിടുന്ന ഒരു ഐറ്റം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിനൊക്കെ സെപ്പറേറ്റ് പ്രൈസാണ് കേട്ടോ. അപ്പോൾ ഈ സ്പൂൺ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോളൊക്കെ ഉള്ള ഒരു പ്ലേറ്റ് പോലത്തെ ഒരു ഇതുണ്ട്. അതിനകത്തോട്ട് വെള്ളം വീണ് നമുക്കതിൽ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ്. ഇതേപോലെ ഒരു ഐറ്റമാണത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഐക്കിയയുടെ സൈറ്റിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതേപോലെയുള്ള ഒരു 3 വെർട്ടിക്കൽ റോഡിലാണ് ഈ പ്ലേറ്റ് സ്റ്റാൻഡ് വെക്കുന്നത്. 2 എണ്ണം വാങ്ങിയാൽ നമുക്ക് 60 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ പ്ലേറ്റ് സ്റ്റാൻഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലത്തെ 3 റോഡാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 വെർട്ടിക്കൽ റോഡ് ആദ്യം തന്നെ ഭിത്തിയിൽ 60 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നീക്കി പിടിപ്പിക്കുക, ഗ്യാപ്പിൽ പിടിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു സസ്പെൻഷൻ റെയിലിന് 600 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് ഇതിൽ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേറ്റ് സ്റ്റാൻഡാണ്. ഈ പ്ലേറ്റുകൾ മാത്രമല്ല ഇതിൽ വെക്കാൻ പറ്റുന്നത്, ഗ്ലാസ്സുകളും എല്ലാം നമുക്ക് കോർത്തിടാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ മാത്രം, ഈ പ്ലേറ്റ് സ്റ്റാൻഡ് മാത്രം ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാബിനറ്റിൻ്റെ ഉള്ളിലും ഇത് വെക്കാൻ പറ്റും, പുറത്ത് ഇതേപോലെ വോൾ മൗണ്ട് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പ്ലേറ്റുകളൊക്കെ വെക്കാനായിട്ടാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ അടിഭാഗത്തായിട്ട് ഒരു ട്രേ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ അതിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് ആ ട്രേ ഊരി ആ വെള്ളമൊക്കെ കളയാവുന്നതാണ്. ഇത് ഞാൻ വോൾ മൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സ്ഥിരമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളൊക്കെ ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നനവ് തട്ടിയിട്ട് ക്യാബിനറ്റിന് ഉള്ളിലെല്ലാം കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2990 ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ ഒരു പുതിയ ഫ്ലാറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, വോൾ മൗണ്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് അതിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൗളുകളൊക്കെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബൗളുകളൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെയുള്ള ബൗളുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു വുഡിൻ്റെ തട്ടും കൂടിയാണ്. ഇനി നിങ്ങൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതെങ്ങനെയാണ് വോൾ മൗണ്ട് ചെയ്യുന്നതെന്നുള്ളത്. 1-2 ഐറ്റവും കൂടി ഉണ്ട്. അതായത് ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ടവൽ റെയിലാണ് വാങ്ങിയത്. അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഐറ്റമാണ്. ഇതേപോലെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തുരുമ്പൊന്നും പിടിച്ചു പോകാത്ത നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ അവിടുന്ന് തന്നെ വാങ്ങിയത്. അടുത്തതായിട്ട് വാങ്ങിയിരിക്കുന്നത് ടോയ്ലറ്റിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ കോർണർ റാക്കാണ്. അപ്പോൾ ഇതേപോലെയാണ് അത് ഇരിക്കുന്നത്. അതും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ ഫ്ലാറ്റിലോട്ട് മാറിയതിന് ശേഷം ഇതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്കറിയണ്ടേ, ഐക്യ നവി മുംബൈ സ്റ്റോറിൽ നിന്ന് ഇത്ര ഐറ്റംസ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് മുംബൈയിലുള്ള എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലെത്തിയ ഇത്ര ഐറ്റംസ് എങ്ങനെ എറണാകുളത്ത് എത്തിയെന്ന് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സുകാർ വഴിയാണ് ഞാനിതിവിടെ എറണാകുളത്ത് എത്തിച്ചത്. നല്ല സേഫായിട്ട് വെൽ പാക്ഡായിട്ട് അവർ ഇതിവിടെ എത്തിച്ചു. ഒരു പ്രൊഡക്ട്സിനും യാതൊരു കേടുപാടും സംഭവിച്ചില്ല. 65 റുപ്പീസ് പെർ kg ആണ് അവർ വാങ്ങിയത്. അതുകൂടാതെ കുറച്ച് സർവീസ് ചാർജും വാങ്ങിയിട്ടുണ്ട്. മിനിമം 50 കിലോയുടെ റേറ്റ് അവരെടുക്കും. അതിലും കുറവ് കിലോ ആണെങ്കിൽ പോലും 50 കിലോയുടെ മിനിമം റേറ്റ് അവർ ഈടാക്കും. അതുകൊണ്ട് തന്നെ 3-4 പേര് കൂടിയിട്ട് ഒന്നിച്ചൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുമാത്രമല്ല, ഐക്യ ഡെലിവറി ചെയ്യുന്നത് ഈ പറഞ്ഞ ഐക്യയുടെ സ്റ്റോഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ആലോചിക്കണം. ഇതൊക്കെയാണ് ഞാൻ നവി മുംബൈ ഐക്യ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സ്. ഇനി ഹൈദരാബാദ് ഐക്യയിൽ നിന്ന് വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.